ഹലോ ഗൈസ്, ഇതൊരു പൊള്ളി ഐറ്റമാണ്. ഫിഷിലെ ഫിഷ് ബക്കറ്റിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സംഭവം ഒന്നൊന്നര ഐറ്റമാണ്. ഇതിൽ മിക്സ് ആയിട്ടുള്ള ഫിഷാണ്. കക്കയുണ്ടായിരുന്നു, കല്ലുമ്മക്കായ, ഞണ്ട്, കൂന്തൽ, പിന്നെ അതിൻ്റെ കൂടെ ഒരു കോണ്, ബ്രോക്കോളി, അതൊക്കെ കൂടിയുള്ള ഒരു അഡാർ ഐറ്റമാണ്. കുറേ ദിവസമായിട്ട് ഒരുപാട് വീഡിയോസുകൾ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഐറ്റമായിരുന്നു ഈ ഫിഷ് ബക്കറ്റ്. അങ്ങനെ പോയതാണ് ഈ ഫിഷിൽ. എത്തിയ പാടെ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് സൂപ്പായിരുന്നു, ഫിഷിൻ്റെ തന്നെ സൂപ്പ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം തിക്കൊന്നും അല്ലാത്ത ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പ്. അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ ഒരു ബട്ടർ പേപ്പർ ഞങ്ങളുടെ ടേബിളിൻ്റെ മുകളിൽ വിരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഓർഡറായിട്ട് ഞങ്ങൾ കൊടുത്തത് പ്രോണ്, ക്രിസ്പി ആയിട്ടുള്ള പ്രോണായിരുന്നു. സ്റ്റാർട്ടറായിട്ട് ഈ ഒരു ക്രിസ്പി പ്രോണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടെ ഒരു സോസും, മയോണൈസാണെന്ന് തോന്നുന്നു, സോസും, പിന്നെ ഫ്രഞ്ച് ഫ്രൈസും. ഇതിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു ഈ ഒരു ഫിഷ് ബക്കറ്റ്. ഒരു 3 ആൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഒരു ബക്കറ്റാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതിനും മുകളിൽ ഒരു 5-6 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലുള്ളതും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ട്രൈയിങ് എന്നുള്ള 3 ആൾക്കുള്ള ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലുള്ളതായിരുന്നു ഓർഡർ ചെയ്തത്. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് മസാല ടൈപ്പും പിന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടൈപ്പും. ഞങ്ങൾ ചൂസ് ചെയ്തത് മസാല ടൈപ്പായിരുന്നു. മസാല എന്ന് പറയുന്നത് നമ്മൾ കേരള സ്റ്റൈൽ മസാല ടൈപ്പല്ല, അതൊരു കുറച്ച് സോസൊക്കെ കൂടിയിട്ടുള്ള ഒരു ടൈപ്പായിരുന്നു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ റൈസ് ഒരു ബസുമതി റൈസാണ്, നമ്മുടെ മന്തി റൈസൊക്കെ പോലെയുള്ള ഒരു ലോങ് റൈസ് ആയിട്ടുള്ള റൈസാണ് അതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ നമ്മൾ വിരിച്ച ഒരു ബട്ടർ പേപ്പറിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. അതപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് ഷെയർ ചെയ്തിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫിഷ് ബക്കറ്റിൻ്റെ രീതി. ഇതിലുള്ള വെജിറ്റബിളായിട്ട് ഇട്ടിട്ടുള്ള ഒരു കോണും ബ്രോക്കോളിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സോസിലിങ്ങനെ അത് പെരണ്ട് കിടക്കുന്നുണ്ട്, അതുകൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഒരു അംഗത്തിന് ഇറങ്ങിയതുപോലെ എല്ലാ ഐറ്റവും ഓരോരുത്തരും കഴിച്ച് എങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അതങ്ങ് ഫിനിഷാക്കി. കുറേ വീഡിയോസുകളിലൊക്കെ ഇതിങ്ങനെ കൊതിപ്പിച്ച് അവസാനം എന്താ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി നോക്കിയതാണ്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. 1 ടൈം ഒക്കെ ആർക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഒരു പക്ഷേ ചില ആൾക്കാർക്ക് ഈ സോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും വന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും വീഡിയോസുകളുമായി കാണാം. ബൈ.